നമസ്കാരം. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ പ്രചാരണം ഉച്ചസ്ഥായിയിലാണെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയനെ തിരഞ്ഞെടുപ്പ് ഗോദയിലിറക്കി നിർത്താൻ CPM സംസ്ഥാന കമ്മിറ്റിക്ക് ഭയമാണ്. മുഖ്യമന്ത്രിയുടെ മുഖം കവർ ചിത്രമാക്കി സംസ്ഥാന പബ്ലിക് റിലേഷൻസ് വകുപ്പ് പുറത്തിറക്കിയ പ്രസിദ്ധീകരണങ്ങൾ പോലും വിവിധ ലോക്സഭാ മണ്ഡലങ്ങളിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥികളുടെ ഓഫീസുകളിൽ കെട്ടിക്കിടക്കുകയാണ്. സർക്കാരിന്റെ പ്രചരണ പുസ്തകങ്ങൾ മണ്ഡലത്തിലെ വീടുകളിൽ എത്തിക്കാൻ പ്രവർത്തകർക്ക് പ്രാദേശിക CPM ഘടകങ്ങളുടെ വിലക്കുണ്ട്. സർക്കാരിന്റെ ഇമേജ് മോശമായ സാഹചര്യത്തിലാണ് ഇത്തരമൊരു തീരുമാനമെടുക്കാൻ പാർട്ടി നിർബന്ധിതമായതെന്നാണ് മനസ്സിലാക്കേണ്ടത്. പിണറായിയെ ഇറക്കി നിർത്തിയാൽ പാർട്ടി നിലം തൊടില്ല എന്നാണ് സംസ്ഥാന കമ്മിറ്റിയിലെ ചില മുതിർന്ന നേതാക്കൾ അവരുടെ വിശ്വസ്തരെ അറിയിച്ചത്. ഇത്രയും ദാരുണമായ ഒരു സാഹചര്യം മുമ്പൊരിക്കലും ദൃശ്യമായിരുന്നില്ല. ഒരു കാലത്ത് VS അച്യുതാനന്ദനെ മുന്നിൽ നിർത്തിയാണ് ഇടതുമുന്നണി വോട്ട് പിടിച്ചത്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ സമയത്തും VSനെ മുന്നിൽ നിർത്തിയാണ് CPM വോട്ട് തേടിയത്. തന്നെ മുഖ്യമന്ത്രിയാക്കും എന്നായിരുന്നു ഇക്കാലത്ത് VSന്റെ പ്രതീക്ഷ. എന്നാൽ തികച്ചും അപ്രതീക്ഷിതമായി അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കപ്പെടുകയായിരുന്നു. മുഖ്യമന്ത്രിയായതോടെ VSനെ പാർട്ടിയിൽ നിന്നും ചവിട്ടി പുറത്താക്കുന്ന സ്ഥിതിവിശേഷം വന്നു ചേരുകയും ചെയ്തു. ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ എന്ന പദവി നൽകി അദ്ദേഹത്തെ പിണറായി അപമാനിച്ചു. സെക്രട്ടേറിയറ്റിൽ തനിക്ക് ഓഫീസ് വേണമെന്ന അച്യുതാനന്ദന്റെ ആവശ്യം പോലും പിണറായി നിരാകരിക്കുകയായിരുന്നു. ഇതിന്റെ മാനസിക വിഷമമാവണം അധികം വൈകാതെ അച്യുതാനന്ദൻ രോഗക്കിടക്കുകയിൽ എത്തുകയും ചെയ്തു. എന്നാൽ VSന്റെ മകനെ സംരക്ഷിക്കാൻ പിണറായി തയ്യാറായി. അരുൺകുമാറിന് സംസ്ഥാനത്തെ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന്റെ മേധാവിയാക്കി നിയമനം നൽകാൻ സർക്കാർ തീരുമാനമെടുത്തു. അതേസമയം അച്യുതാനന്ദന്റെ പഴയ ശിഷ്യന്മാർ ഇപ്പോഴും പിണറായിക്കെതിരെ സജീവമായി രംഗത്തുമുണ്ട്. പിണറായിയുടെ ഇമേജിൽ CPMന് ആശങ്കയുണ്ട്. പിണറായിയും മകളും ചേർന്ന് സംസ്ഥാനത്തെ ജനങ്ങളെ സർക്കാരിനും പാർട്ടിക്കും വിരുദ്ധരാക്കിയെന്നാണ് CPM സംസ്ഥാന കമ്മിറ്റി കരുതുന്നത്. പൗരത്വ നിയമം ഭേദഗതി ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പിണറായി കാണിക്കുന്നത് ഇരട്ടത്താപ്പാണെന്നാണ് CPM കരുതുന്നത്. കേന്ദ്ര സർക്കാരും BJPയുമായി പിണറായിക്ക് അടുത്ത ബന്ധമുണ്ടെന്ന ആരോപണം ശക്തമാണ്. ഇതും ഇലക്ഷനെ ബാധിക്കുമെന്ന് പാർട്ടി കരുതുന്നുണ്ട്. എത്ര പെട്ടെന്നാണ് കാര്യങ്ങൾ കീഴ്മേൽ മറിയുന്നത്. പാർട്ടിയിലും സർക്കാരിലും മുടിചൂടാമന്നനായിരുന്ന പിണറായിയുടെ ഫോട്ടോ പോലും സ്ഥാനാർത്ഥികൾക്ക് വേണ്ടെന്നായിരിക്കുകയാണ്. പിണറായി വിജയൻ പ്രചാരണത്തിന് ഇറങ്ങേണ്ടതില്ലെന്ന് രഹസ്യമായി തീരുമാനിച്ചത് CPM കേന്ദ്ര കമ്മിറ്റിയാണെന്നാണ് സൂചന. എന്നാൽ ഇക്കാര്യം പരസ്യമായി സമ്മതിക്കില്ല. ചുരുക്കം ചില മണ്ഡലങ്ങളിൽ മാത്രമാണ് പിണറായി പ്രചരണത്തിന് എത്തുന്നത്. കൂടുതൽ സമയവും അദ്ദേഹം തിരുവനന്തപുരത്തുണ്ട്. പിണറായി പാർട്ടി സെക്രട്ടറിയായ കാലത്ത് മുഖ്യമന്ത്രിയായിരുന്ന VSനെ അകറ്റി നിർത്തിയ മാതൃകയിലാണ് പിണറായിയെ MV ഗോവിന്ദൻ മാറ്റി നിർത്തുന്നത്. പിണറായിയെ പോലെ പ്രവർത്തിക്കാൻ ഗോവിന്ദന് കഴിയാത്തത് കൊണ്ട് ഒളിഞ്ഞും പതുങ്ങിയുമാണ് നീക്കങ്ങൾ എന്നും മാത്രം. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് തന്നെ CPMന്റെ നേതൃത്വത്തിൽ അതീവ രഹസ്യമായി ഒരു സർവേ നടന്നിരുന്നു. തിരഞ്ഞെടുപ്പിന്റെ ഇടതിന്റെ സാധ്യതകളാണ് സർവേയിൽ പരിശോധിച്ചത്. തീർത്തും ദയനീയമായ തോൽവിയാണ് സർവേ പ്രവചിച്ചതെന്നാണ് രഹസ്യ കേന്ദ്രങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. സർവേ നടത്തിയത് സംസ്ഥാന സർക്കാർ സംരംഭങ്ങളുമായി സഹകരിക്കുന്ന ഒരു സ്വകാര്യ ഏജൻസിയാണെന്നാണ് കേൾക്കുന്നത്. സർവേയുടെ സംഘാടകർ CPM ആണെന്ന കാര്യം പൂർണ്ണമായും മറച്ചുവെച്ചുകൊണ്ടാണ് സംഘടിക്കപ്പെട്ടത്. ഇതിൽ അത്ഭുതമൊന്നുമില്ല. കാരണം തിരഞ്ഞെടുപ്പ് സമയത്ത് സർവേകൾ പതിവുള്ളതാണ്. സർവേ റിപ്പോർട്ട് ലഭിച്ച ശേഷം സർക്കാരിന്റെ നിർദ്ദേശാനുസരണം സംസ്ഥാന ഇന്റലിജൻസ് അന്വേഷണം നടത്തി. അതിലും ഇടതുമുന്നണിയുടെ പ്രകടനം തീർത്തും ദയനീയമായിരിക്കുമെന്നാണ് തെളിഞ്ഞത്. സർക്കാരിന്റെ മോശം ഇമേജാണ് ഇതിന് കാരണമായത്. മുഖ്യമന്ത്രിയെ രംഗത്തിറക്കിയാൽ കിട്ടാൻ സാധ്യതയുള്ള സീറ്റുകൾ പോലും കിട്ടാതെ പോകുമെന്ന് സർവേയിൽ നിന്നും മനസ്സിലാക്കിയതോടെയാണ് CPM പിൻവാങ്ങിയത്. യോഗങ്ങൾ പോട്ടെ, സ്ഥാനാർത്ഥികളുടെ ചിത്രങ്ങൾക്കൊപ്പം പോലും പിണറായി വിജയന്റെ പടം കൊടുക്കുന്നില്ല. പിണറായിക്കും സമകാലികരായ നേതാക്കൾക്കും പകരം EMS, EK നായനാർ, P കൃഷ്ണപിള്ള തുടങ്ങിയ കളങ്കമേൽക്കാത്ത നേതാക്കളുടെ ചിത്രങ്ങൾ മാത്രമാണ് നൽകുന്നത്. കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിലും ഇതുതന്നെ സംഭവിച്ചിരുന്നു. തദ്ദേശ തിരഞ്ഞെടുപ്പിലെ ഇടതു നായകൻ പിണറായി തന്നെയെന്ന് CPM വിശദീകരിച്ചത് അങ്ങനെയാണ്. മുഖ്യമന്ത്രി നേരിട്ട് പ്രചാരണത്തിനിറങ്ങാത്തത് എതിരാളികൾ ആയുധമാക്കുന്നതിനിടെയായിരുന്നു പാർട്ടി വിശദീകരണം. പ്രചാരണത്തിന്റെ അവസാന ലാപ്പിലും മുഖ്യമന്ത്രിക്കെതിരായ അഴിമതി ആരോപണത്തിൽ തന്നെയാണ് UDFും BJPയും കേന്ദ്രീകരിക്കുന്നത്. UDF BJP നേതാക്കൾ നേരിട്ട് കളത്തിലിറങ്ങുമ്പോൾ സൈബറിടം കേന്ദ്രീകരിച്ചുള്ള പ്രചാരണത്തിലേക്കുള്ള മുഖ്യമന്ത്രിയുടെ മാറ്റം ഈ തിരഞ്ഞെടുപ്പിന്റെ പ്രത്യേകതയാണ്.
മുഖ്യമന്ത്രിക്കും ഓഫീസിനുമെതിരായ അഴിമതി ആരോപണങ്ങളെ കൂടി ചേർത്ത് എവിടെ പിണറായി എന്ന പ്രതിപക്ഷ നേതാക്കളുടെ ചോദ്യങ്ങൾക്കാണ് CPM മറുപടി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണിയെ നയിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണെന്ന് പാർട്ടി അന്ന് പറഞ്ഞു. തിരഞ്ഞെടുപ്പ് പോസ്റ്ററുകളിലും ഫ്ലക്സുകളിലും മുഖ്യമന്ത്രിയുടെയോ നേതാക്കന്മാരുടെയോ ചിത്രങ്ങളുടെ ആവശ്യമില്ല. മുഖ്യമന്ത്രിയുടെ സാന്നിധ്യമല്ല, അദ്ദേഹത്തിന്റെ ഊർജമാണ് പ്രധാനം. പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് മറുപടിയായി CPM നേതാവായിരുന്ന ഗോവിന്ദൻ മാസ്റ്റർ അക്കാലത്ത് അങ്ങനെയാണ് പറഞ്ഞത്. വികസന വിളംബരം എന്ന പേരിലുള്ള മുഖ്യമന്ത്രിയുടെ വെർച്വൽ പ്രസംഗം അന്ന് നടത്തി. LDFന്റെ വെബ് റാലി ഉദ്ഘാടനം ചെയ്തത് മുഖ്യമന്ത്രി. എന്നാൽ നേരിട്ട് പ്രചാരണത്തിന് ഇറങ്ങാത്തത് ബോധപൂർവമാണെന്നാണ് BJPയുടെ ആരോപണമെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. അന്ന് സ്വർണ്ണക്കടത്ത് പ്രഭയിലായിരുന്ന മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ ടീമും ഇന്ന് വിവിധ തരം അഴിമതികളുടെ പേരിൽ മുഖ്യമന്ത്രി വേട്ടയാടുന്നു. മാസപ്പടി അന്വേഷണത്തിൽ ഒന്നും ഒളിച്ചുവെക്കരുതെന്ന KSIDCയോട് ഹൈക്കോടതി പറഞ്ഞത് ഇക്കഴിഞ്ഞ ദിവസം. CMRL എക്സോലോജിക് മാസപ്പടി ഇടപാടിൽ KSIDCക്കെതിരായ അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി അറിയിച്ചിരിക്കുകയാണ്. SFIO അന്വേഷണം ചോദ്യം ചെയ്തുള്ള KSIDC നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നിർദ്ദേശം. അന്വേഷണത്തിൽ നിന്ന് KSIDCക്ക് മാറി നിൽക്കാനാകില്ലെന്ന് SFIO കോടതിയിൽ പറഞ്ഞിരുന്നു. ഇടപാടിൽ പങ്കില്ലെന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ KSIDCക്ക് ആവില്ല. അന്വേഷണവുമായി സഹകരിക്കുകയാണ് വേണ്ടത്. ഒന്നും ഒളിച്ചുവെക്കരുതെന്നും KSIDCക്ക് കോടതി നിർദ്ദേശം നൽകിയിരുന്നു. നന്ദി.